ഇസ്രായേലി ബന്ദികളും ഇസ്രായേലി ബന്ദികളുടെ മൃതദേഹങ്ങളും ഇനിയും ഹമാസിന്റെ കൈവശത്തിലുണ്ട് എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ ഇതിനു മുൻപ് തന്നെ പുറത്തു വന്നതാണ്. ഇപ്പോൾ അതൊന്നുകൂടി സജീവമായിരിക്കുന്നു. കരാർ വ്യവസ്ഥ പ്രകാരം ഹമാസിന്റെ കൈവശത്തിലുള്ള മുഴുവൻ ജീവനുള്ള ബന്ദികളും മോചിപ്പിക്കപ്പെട്ടു. ഏറ്റവും ഒടുവിൽ 20 ബന്ദികളെ ഒരേ സമയത്ത് മോചിച്ചതോടുകൂടി ജീവനുള്ള ബന്ദികളുടെ മോചനം പൂർണ്ണമായി. പിന്നീട് മരണപ്പെട്ട ബന്ദികളുമായി ബന്ധപ്പെട്ട് 18ഓളം ബന്ദികളുടെ മൃതദേഹമായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി അതിൽ ശേഷിക്കുന്നത് ഒന്നോ അല്ലെങ്കിൽ 2 പേരോ മാത്രമാണ്. ബാക്കി എല്ലാവരുടെ മൃതദേഹം ഘട്ടം ഘട്ടമായ രീതിയിൽ ഹമാസ് മോചിപ്പിച്ചു. ഇസ്രായേൽ ഇത് കിട്ടിയതായിട്ട് അവർ സമ്മതിക്കുകയും ചെയ്തു. മുൻപ് വന്നിരിക്കുന്ന ചില ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിൻ്റെ തുടർച്ചയിൽ ഇപ്പോൾ പറയുന്ന കാര്യം, ഈ ലിസ്റ്റിൽ പെടാത്ത ബന്ദികൾ, ഇസ്രായേലിൻ്റെ ബന്ദികൾ ഇപ്പോഴും ഹമാസിൻ്റെ കൈവശത്തിലുണ്ട് എന്നുള്ളതാണ്. അതിന് 253 ബന്ദികൾ, 250-55 ഇടയിലുള്ള ബന്ദികളാണ് 2023 ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തോടനുബന്ധിച്ച് ഇസ്രായേലിൽ നിന്ന് അവർ പിടിച്ചെടുത്തത്. അവരുടെ കൈവശത്തിലായിരുന്നു ഇത്രയും കാലം. അത് കൃത്യമായിരിക്കുന്ന കണക്കാണ്. അത് ഹമാസ് പറയുന്നു, അത് ഇസ്രായേൽ അംഗീകരിക്കുന്നു, അത് അമേരിക്കയും ശരിവച്ചിരിക്കുന്ന കണക്കാണ്. അവരുടെ ലിസ്റ്റ് പേരുകളും അഡ്രസ്സും ചിത്രങ്ങളും അടക്കം ഹമാസ് പല ഘട്ടങ്ങളിലായി ഇവരുടെ പേര് വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാണ് എന്ന് ഇസ്രായേലിന് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ ചർച്ച രൂപം കൊള്ളുന്നത് തന്നെ ചില സൈനികരെ കാണാതായിട്ടുണ്ട്, ചില സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, അവർ മൃതദേഹം കിട്ടിയിട്ടില്ല. അങ്ങനെ തുടങ്ങിയിരിക്കുന്ന ചില കാര്യങ്ങളുടെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ഇതേക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ചില ജൂത വിഭാഗങ്ങൾ ആവശ്യപ്പെട്ടു ഇസ്രായേലിൽ നിന്ന് എന്നുള്ളതാണ്. അതിൻ്റെ കാര്യം പറയുന്നത്, 2023 ശേഷം നേർക്കുനേരെ ഹമാസും ഇസ്രായേലും ഏറ്റുമുട്ടിയ ഏരിയ എന്ന് പറയുന്നത് ഖാൻ യൂനിസ് ആണ് പ്രധാനപ്പെട്ടത്. തെക്ക് വടക്കൻ ഗസയുടെ ഭാഗങ്ങളുണ്ട്, റഫയുടെ അതിർത്തി ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ഏറ്റുമുട്ടൽ പല സൈനികരും കൊല്ലപ്പെട്ടിട്ടുണ്ട്, കാണാതായിട്ടുണ്ട്, മരണപ്പെട്ടവരുടെ മൃതദേഹം കിട്ടാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ വിഷയം ഏറ്റവും ഒടുവിൽ ഖത്തറിൽ അവസാനിച്ച വെടിനിർത്തൽ ചർച്ചയോടനുബന്ധിച്ച് ഇസ്രായേലിൻ്റെ ഒരു പ്രതിനിധി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് അന്ന് പ്രാഥമിക റിപ്പോർട്ടിലൊക്കെ വന്നതാണ്. അവർ പറഞ്ഞിരിക്കുന്ന കാര്യം, ബന്ദികളെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇസ്രായേലിൽ നിന്ന് ഹമാസ് തട്ടിക്കൊണ്ടുപോയ പല ഈ ജൂത വിഭാഗങ്ങൾ അല്ലെങ്കിൽ ഇസ്രായേലിയർക്ക് അപ്പുറമായ രീതിയിൽ തങ്ങളുടെ ചില സൈനികരെയും ഇസ്രായേൽ പിടിക്കപ്പെട്ടിട്ടുണ്ട്, ഹമാസ് പിടിക്കപ്പെട്ടിട്ടുണ്ട്. അത് യുദ്ധമുഖത്ത് നിന്നാണ്. അപ്പോൾ തങ്ങളുടെ സൈനികരെ പിടിക്കപ്പെട്ടു. സൈനികരിൽപ്പെട്ട മരണപ്പെട്ടവരുടെ ബോഡി തിരിച്ച് കിട്ടാതെ വന്നു. അങ്ങനത്തെ കുറേ കാണാതായിരിക്കുന്ന ചില സൈനികരുണ്ട്. അങ്ങനെ 3 ഘട്ടങ്ങളിലായി ഇസ്രായേലിന് സൈനികരെ നഷ്ടപ്പെട്ടിട്ടുണ്ട് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട്. എന്നാൽ അവരെ മോചിപ്പിക്കാൻ വേണ്ടി പല ഘട്ടങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്, എന്നല്ലാതെ ഇസ്രായേൽ അത് സാധിച്ചിട്ടില്ല. അവരെവിടെ എന്നാണ് ചോദിച്ചത്. അത് ഖത്തറിലുണ്ടായിരിക്കുന്ന ഉച്ചകോടിയോടനുബന്ധിച്ച് ചോദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിന് ഹമാസിൻ്റെ പ്രതിനിധിയോ അല്ലെങ്കിൽ ഹമാസ് പ്രതിനിധീകരിക്കുന്ന വ്യക്തികളോ ഏത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അങ്ങനെ സംസാരിക്കുന്നത് എന്ന് തിരിച്ചു ചോദിച്ചു. എന്നാൽ ഇതൊരു തെളിവ് അടിസ്ഥാനത്തിൽ, രേഖയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോയുടെ അടിസ്ഥാനമാക്കിയിട്ടോ ഇത് പറയാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ഇസ്രായേലിന് സാധിക്കാതെ പോയി. അതോടെ പിന്നീട് ആ ചർച്ച പരാജയപ്പെട്ടു. കാരണം തെളിവില്ലാത്ത കാര്യങ്ങളാണ് സംസാരിക്കുന്നതെന്ന് ചുരുക്കം. നേരെ മറിച്ച് ഹമാസ് തട്ടിക്കൊണ്ടുപോയത് കൃത്യമായിരിക്കും തെളിവ് അടിസ്ഥാനത്തിൽ പറയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിന് ചിത്രങ്ങളും അഡ്രസ്സുകളൊക്കെ പുറത്തു വിടുകയും ചെയ്തിട്ടുണ്ട്. അത് ഇസ്രായേലും ഹമാസ് തുല്യ രീതിയിൽ തന്നെ സ്ഥിരീകരിച്ചതാണ്. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്, ഹമാസ് ഏറെക്കുറെ ഈ സർവ്വമേഖലയിലും ഗസയുമായിട്ട് ബന്ധപ്പെട്ട് സർവ്വമേഖല ആധിപത്യം സ്ഥാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോരോ ദിവസം കഴിയുന്നതിനനുസരിച്ച് പുതിയ മേഖല അവർ പിടിച്ചെടുത്തുകൊണ്ട് അവിടെ വലിയ സ്വാധീനം ഉണ്ടാക്കുന്നു. അതിന് ജനങ്ങൾ വലിയ രീതിയിൽ പിന്തുണയും നൽകുന്നു എന്നുള്ളതാണ്. ഈ യെല്ലോ സോൺ മേഖലയിലാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ സൈന്യം ഉള്ളത്. ആ ഇസ്രായേൽ സൈന്യം ഹമാസിന് നേരെ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ധൈര്യം കാണിക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം. ഭയങ്കരമായിരിക്കുന്ന തിരിച്ചടികൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേലിന് നേരെ നടക്കുന്നു എന്നതിനാൽ അത്ര ബലം പിടിച്ചുകൊണ്ടുള്ളൊരു ആക്രമണത്തിന് ആവശ്യമില്ല. കാരണം അത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവും തങ്ങൾക്കും എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ നേർക്കുനേരെയുള്ള ഒരു ഏറ്റുമുട്ടൽ അവിടെ നടക്കുന്നില്ല. പക്ഷേ വ്യോമാക്രമണം നടക്കുന്നുണ്ട്, ആളുകൾ മരണപ്പെടുന്നുണ്ട്. ആ റിപ്പോർട്ടുകളൊക്കെ അൽ ജസീറ അടക്കമുള്ള അന്താരാഷ്ട്ര മീഡിയ റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ, പിടിച്ചുകൊണ്ടുപോയി ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് 4 സൈനികരെ മധ്യ ഗസയിൽ വെച്ച് കാണാതായിട്ടുണ്ട്.
അത് ഇസ്രായേൽ സ്ഥിരീകരിച്ച കാര്യമാണ്. എന്നാൽ അവർ കിട്ടിയതായിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ഈ 4 സൈനികർ ആ സമയത്ത് ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം നോക്കുന്ന സമയത്ത് തന്നെ ഇസ്രായേലിൻ്റെ ഹമാസിൻ്റെ കൈവശത്തിലുണ്ട് എന്നുള്ളതാണ്. അത് ഈ 4 പേർ മാത്രമൊന്നുമല്ല, അതിന് പല ഘട്ടങ്ങളിലും പല സമയങ്ങളിലും ഇസ്രായേൽ സൈന്യം അപ്രത്യക്ഷമാകുന്നു, കാണാതാവുന്നു, അങ്ങനത്തെ കുറേ വിഷയങ്ങളുണ്ട്. പിന്നെ കൊല്ലപ്പെട്ട എല്ലാവരുടെ മൃതദേഹവും ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ട എല്ലാവരുടെ മൃതദേഹവും ഇസ്രായേൽ സൈന്യത്തിന് ഹമാസ് തിരിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ളൊരു വിഷയമുണ്ട്. ഈ വിഷയത്തിൽ ഊന്നിരിക്കുന്ന ഈ കാര്യം പ്രധാനമായി ചർച്ചയ്ക്ക് വരാനുള്ള കാര്യം 150 മുതൽ 200ഓളം ഹമാസിൻ്റെ ആളുകൾ ബങ്കറിൽ കുടുങ്ങിപ്പോയിരിക്കുന്ന ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ഈ ബങ്കറാണെങ്കിൽ ഇസ്രായേൽ കണ്ടെത്തുകയും ചെയ്തു. അതുകൊണ്ട് അവർ പുറത്തോട്ട് വിടാൻ ഇസ്രായേൽ സമ്മതിക്കാതെ വന്ന സമയത്ത് പല ഇടപെടലുകളും നടത്തിയപ്പോൾ അതിൽ ഹമാസിൻ്റെ ആളുകൾ ഇസ്രായേൽ സൈന്യത്തോട് പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം, വർഷങ്ങൾക്ക് മുൻപ് തങ്ങൾ പിടിക്കപ്പെട്ടിരിക്കുന്ന സൈനികൻ്റെ മൃതദേഹം ഞങ്ങൾ ഇവർക്ക് നേരെ ആക്രമണം നടത്തുന്നില്ലെങ്കിൽ വിട്ടുതരാൻ തയ്യാറാണ് എന്നുള്ളതാണ്. 2022 വർഷത്തിൽ മറ്റൊരു സൈനികരുടെ മൃതദേഹമോ അല്ലെങ്കിൽ സൈനികരോ അങ്ങനെ ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ പല ഘട്ടങ്ങളിലും ഇത്തരം സൈനികരെ പിടികൂടിക്കൊണ്ട് വിലപേശുന്ന പ്രവർത്തികൾ ഹമാസ് ചെയ്യാറുണ്ട്. അങ്ങനെ മാത്രമേ അവർക്ക് ഇസ്രായേലിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ എന്ന് അവർ പറയാറുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് വരുന്ന സ്ഥിതികൾ ഇങ്ങനെയാണ്. ഇവിടെ വെച്ചിട്ട് ഈ യുദ്ധത്തോടനുബന്ധിച്ച് ഇസ്രായേലിന് സൈനികരെ നഷ്ടപ്പെടുകയും അത് ഹമാസ് പിടിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. യുദ്ധത്തോടനുബന്ധിച്ച് ഇസ്രായേലിന് സൈന്യം മരണപ്പെട്ടിട്ടുണ്ട്. അവരുടെ മൃതദേഹം ഹമാസിൻ്റെ കൈവശത്തിലുണ്ട് എന്നും പറയപ്പെടുന്നു. അപ്പോൾ തട്ടിക്കൊണ്ടുപോയതാണെങ്കിലും പിടികൂടപ്പെട്ടതാണെങ്കിലും പരിക്കേറ്റവരാണെങ്കിലും നല്ലൊരു ശതമാനം ഇസ്രായേലിൻ്റെ സൈനികർ ഇപ്പോഴും ഹമാസിൻ്റെ കൈവശത്തിലുണ്ട് എന്നുള്ളത് ഇസ്രായേലിനെ ഞെട്ടിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. പല ഒഴിവ് കൈവുകൾ കുടുംബക്കാർ പല രീതിയിലും ഇത്തരം ആളുകളൊക്കെ യുദ്ധത്തിന് പോകുന്ന സമയത്ത് അന്വേഷിക്കാറുണ്ട്. അപ്പോൾ അവർ പല മേഖല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ട് ജോലി ചെയ്യുകയാണ് എന്നൊക്കെ മറുപടി നൽകിയതായിരിക്കുന്ന വിവരമാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഏതായിരുന്നാലും ഇപ്പോഴത്തെ അവസ്ഥാ സാഹചര്യങ്ങൾ നോക്കുന്ന സമയത്ത് വൈമാനിക ആക്രമണം ഈ ബന്ദികളെ മോചിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് എന്നും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അന്താരാഷ്ട്ര മീഡിയകളിൽ നിന്നൊക്കെ നമുക്ക് ലഭ്യമാകുന്നതോടനുബന്ധിച്ച് ലഭ്യമാകാത്ത ചില വിവരങ്ങളും ഈ മേഖലയിൽ ശേഷിക്കുന്നുണ്ട് എന്നുള്ളതും അത് ഇതുപോലെ ഇസ്രായേൽ സൈനികരെ കാണാത്തതും അവരെ പിടികൂടാൻ വേണ്ടി ഇസ്രായേൽ സൈന്യത്തിന് സാധിക്കാതെ പോകുന്നതിൻ്റെയും നിരാശയും പ്രയാസവുമാണ് യഥാർത്ഥത്തിൽ ഈ മേഖലയിൽ ഇപ്പോൾ പ്രകടമാകുന്നത്. അപ്പോൾ നമ്മളൊക്കെ കേൾക്കുകയും അറിയുകയും ചെയ്യാത്ത ഒരുപാട് സംഭവ വികാസങ്ങളുടെ രഹസ്യ കാര്യങ്ങളൊക്കെ ഇനിയും അറിയാനുണ്ട് എന്നാണ് ഈ വിഷയത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.